ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷിൻ്റെ ബാഗിൽ ആ കഞ്ചാവ് വെച്ചത് വിക്രമാണ് എന്ന് വിക്രം തുറന്നു പറയുകയാണ്. അതോടുകൂടിയിട്ട് മാഷക്ക് വിക്രമിനോട് ഭയങ്കര വെറുപ്പും ദേഷ്യമൊക്കെ ആവാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അച്ഛനല്ല അത് ചെയ്തത്, ഞാനാണ്. അച്ഛനെ വെറുതെ വിട്ടോ, എന്നെ അറസ്റ്റ് ചെയ്തോളാനായിട്ട് പോലീസുകാരോട് പറയുന്ന വഴിക്ക് തന്നെ വിക്രമിൻ്റെ മുഖത്ത് മാഷ ആഞ്ഞടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും, നീ ഇതിനാണല്ലേടാ കോളേജിൽ പോയത്, പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇനി എനിക്ക് എൻ്റെ കൺമുന്നിൽ പോലും നിന്നെ കണ്ടുപോകരുത്, എൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും പോലീസുകാർ വന്നിട്ട് വിക്രമിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. കമലാമ്മയാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ, വിക്രം എന്ന് വിളിച്ചിട്ട്. മാഷുവാണെന്നുണ്ടെങ്കിൽ വിക്രത്തിനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് കരയാണേ. അതേപോലെ തന്നെ പുറത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും, അങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മുന്നിൽ കൂടെയാണ് വിക്രമിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ മാഷ ആൾക്കാരൊക്കെ കുറ്റം പറയുന്നുണ്ട് കേട്ടോ, മറ്റുള്ളവരെ കുട്ടികളൊക്കെ നല്ലത് പഠിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, അവനാൻ്റെ മോനെ നല്ലത് പഠിപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആയൊരു കഥ പറയുന്നത് അവസാനിച്ചിട്ട് ശ്രീജ പറയാണ്, അങ്ങനെയാണ് അന്നത്തെ ദിവസം സംഭവിച്ചതെന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ശ്രീജ അടുത്ത് വിശ്വസിക്കുന്നുണ്ടോ വിക്രമാണ് അത് ചെയ്തതെന്ന്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നില്ല, പക്ഷേ വിക്രം കുറ്റം ഏറ്റെടുത്തല്ലോ. കോടതിയിലാണെങ്കിൽ പോലും വിക്രം അത് തന്നെ തുറന്നു പറയുകയാണ് ചെയ്തത്. വിക്രം തന്നെയാണ് അത് വെച്ചത്, കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിക്രം കോടതി പറഞ്ഞത്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഒരിക്കലും ഞാനത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതുമാത്രമല്ല, അന്നത്തെ ഒരു ദിവസം അച്ഛൻ്റെ ബാഗിൽ ആ ഒരു സാധനം വയ്ക്കുന്നത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് തന്നെ പറയുകയാണേ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, എനിക്കത് വിശ്വസിക്കാൻ തോന്നുന്നില്ല, പക്ഷേ വേറെ ആരാണെന്ന് ഇതുവരെയും കണ്ടെത്താനോ അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അച്ഛന് വേണ്ടിയിട്ടായിരിക്കും. അന്നത്തെ ആ ഒരു ദിവസം അച്ഛനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിക്രം അത് ഏറ്റെടുത്തത്. അപ്പോൾ ശ്രീജ പറയാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആരായിരിക്കും അത് ചെയ്തത്? അത് തന്നെയാണ് പ്രശ്നം എന്ന് വേദ പറയുകയാണേ. അപ്പോൾ വേദ ചോദിക്കട്ടെ പിന്നീട് എന്തുണ്ടായെന്ന് ചോദിക്കുമ്പോൾ വിക്രം കൃത്യം 4 കൊല്ലമാണ് ശിക്ഷ വിധിച്ചത് ആരാണെന്ന് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ അറിയാം, അച്ഛനല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, ഒരു ദിവസം വേദന കൊണ്ടുവന്നതിന് ശേഷമാണ് ശ്രീജ എന്നോട് വിക്രം വന്നിട്ട് പറഞ്ഞത്, ശ്രീജ എടുത്തി സ്വന്തം മോളെ ആരെങ്കിലും അവനാൻ തന്നെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ച ഒരാളുടെ കൂടെ പറഞ്ഞയക്കുമോ എന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അന്നാണ് എനിക്ക് മനസ്സിലായത് വിക്രമിന് ശിക്ഷ വിധിച്ചത് വേദര അച്ഛനാണെന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ എന്തുണ്ടായെന്ന് ചോദിക്കും, 4 കൊല്ലത്തിന് ശേഷം എന്തുണ്ടായി ചോദിക്കുമ്പോൾ ഒരു തവണ വിശ്വേട്ടനും അമ്മനെയും കൂട്ടി പോയിട്ടുണ്ടായിരുന്നു ജയിലിൽ കാണാനായിട്ട്, പക്ഷേ പിന്നീട് അങ്ങോട്ട് ചെല്ലരുതെന്ന് വിക്രം പറഞ്ഞു. അതുപോലെ അച്ഛനാണെന്നുണ്ടെങ്കിൽ വിക്രം പോയതിന് ശേഷം ജയിലിൽ ഒരു ജയിൽ പുള്ളി എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ കഴിഞ്ഞത്. പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല, ചിലപ്പോൾ ഉറങ്ങാറ് പോലില്ല, മുറ്റത്ത് ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ എങ്ങനെയാണ് വിക്രം ഇങ്ങനെ ആയി തീർന്നത്, ശ്രീനിവാസ സാറിൻ്റെ അടുത്തേക്ക് എങ്ങനെ എത്തിപ്പെട്ടെന്ന് ചോദിക്കുകയാണ്. 4 കൊല്ലത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം വിക്രം വീട്ടിലേക്ക് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ എവിടെയായിരുന്നു, വേറെ എവിടേക്കായിരുന്നു, ആ വർക്ക്ഷോപ്പിൽ രാജേട്ടനില്ലേ, രാജേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടത്. പിന്നെ കുടിച്ചും കഞ്ചാവ് വലിച്ചുമൊക്കെ ആകെ ബഹളം ഉണ്ടാക്കി നടക്കായിരുന്നു എന്ന് പറഞ്ഞത്. അത് ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അത് വിനായകനാണ് ഇവിടെ വന്ന് പറഞ്ഞതെന്ന് പറയും കേട്ടോ. ആണോ? വിനായക ചേട്ടൻ എങ്ങനെ അറിയാം? അതൊന്നും എനിക്കറിയില്ല, അത് വന്ന് പറഞ്ഞത് വിനായകനാണ്. പിന്നെ ശ്രീനിവാസ സാറിൻ്റെ മുന്നിൽ കുടിച്ച് ബോധമില്ലാതെ വണ്ടിയുടെ മുന്നിൽ ചെന്ന് ചാടിയപ്പോൾ അയാളുടെ കയ്യിലേക്ക് ചെന്ന് പെട്ടത് അങ്ങനെയാണ്. അതും ആര് പറഞ്ഞു? അതും വിനായകൻ തന്നെയാണ് ഇവിടെ വന്ന് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തോ ഒരു കള്ളത്തരം വിനായകൻ്റെ ഭാഗത്തുണ്ടെന്നുള്ളത് വേദയ്ക്ക് മനസ്സിലാവാണ്. പിന്നീട് കാണിക്കുന്നത് വേദര ഫോണിലേക്ക് വേദര ഒരു ഫ്രണ്ട് വിളിക്കാൻ കേട്ടോ. അപ്പോൾ വേദ ഫോൺ എടുത്തിട്ട്, ആ സോഫി എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും വേദ ഇങ്ങനെ അവിടെ നിന്ന് വേദന പ്രാക്ടീസിനായിട്ട് നിയമിച്ചു എന്നുള്ള കാര്യം പറയാനായിട്ടോ. അപ്പോൾ താങ്ക് യു സോഫി, ഇത് സോഫിയുടെ മാത്രം പ്രശ്നം കൊണ്ട് ഉണ്ടായതാണ് കേട്ടോ, താങ്ക് യു എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം വരികയാണ് കേട്ടോ. വിക്രത്തിനെ കണ്ട വഴിക്ക് വേദ എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട്. വിക്രം വലിയ മൈൻഡൊന്നും ചെയ്യാതെ നേരെ തൻ്റെ റൂമിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ വേദ ചെന്നിട്ട്, വിക്രം ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ വിക്രം ഒന്നും മുടിയിലിട്ട്, എന്താ അത് ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ഒരു സന്തോഷവും ഇല്ലല്ലോ എന്ന് പറയട്ടോ. എനിക്ക് സന്തോഷം തരുന്ന വാർത്ത ഞാൻ കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, എന്നാലും ഒരു സന്തോഷ വാർത്തയാകുമ്പോൾ സന്തോഷിക്കാമല്ലോ എന്ന് പറയാണ് കേട്ടോ. ഓ ആയിക്കോട്ടെ എന്ന് പറയട്ടോ. എന്താണത് ചോദിക്കും. പറയ് എന്താണ്? അതെ, ഇനിയിപ്പോൾ എന്തായാലും വിക്രമിന് പുറത്തൊന്നും കേസ് വാദിക്കാനായിട്ട് വക്കീലിനെ അന്വേഷിച്ച് പോകണ്ട, പഴയകാല കഥകളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ വക്കീലായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ വക്കീലിനെ അന്വേഷിച്ച് നടക്കണ്ടല്ലോ. പിന്നെ വക്കീലിനെ അന്വേഷിച്ച് നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ എന്തെങ്കിലും തെണ്ടിത്തരോ കുരുത്തക്കേടോ ഒക്കെ കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ തന്നെ വാദിച്ച് ശിക്ഷ വാങ്ങിച്ചു തരും, എന്നിട്ട് ജയിലിലിടും. അപ്പോഴോ ഒന്ന് ചോദിക്കാൻ കേട്ടോ.
അപ്പോൾ വിക്രം ഒന്നും പറഞ്ഞില്ല. ഒന്ന് കൺഗ്രാജുലേഷൻ പറഞ്ഞൂടെ മിസ്റ്റർ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയും, ആ കൺഗ്രാജുലേഷൻ, ഓഹ് ഇതെന്ത് കൺഗ്രാജുലേഷൻ, ഇങ്ങനെയാണ് ഒരാളോട് കൺഗ്രാജുലേഷൻ പറയുക? ഇത് ഫേസ്ബുക്കിലെ ഫ്രണ്ടിനോട് പോലും ഇതിനേക്കാളും സന്തോഷത്തിലും ഇഷ്ടത്തോടു കൂടിയിട്ടും പറയുമല്ലോ. അങ്ങനെയാണ് ഒരാളോട് കൺഗ്രാജുലേഷൻ പറയാം? അത്രയും നല്ലൊരു സന്തോഷ വാർത്ത പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ഭാര്യയല്ലേ, വേണ്ട ഭാര്യനോട് പറയുന്നത് പോലെ വേണ്ട, ഒരു ഫ്രണ്ടിനോട് പോലെ പറഞ്ഞൂടെ, ദേ ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചും കണ്ടിട്ട് ഇങ്ങനെ കൺഗ്രാജുലേഷൻ എന്ന് പറയാനായിട്ട് അയ്യേ എന്ന് പറഞ്ഞിട്ട് വിക്രങ്ങൾ നീക്കണം. അപ്പോൾ കണ്ട വലിയ ഗുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഞാനൊന്ന് തൊട്ടപ്പോഴത്തേനും ഷൂസ് പോയി എന്ന് പറയാനായിട്ടോ. ഓ പഴയ കഥകളൊക്കെ ഞാൻ അറിഞ്ഞു, വിക്രം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എന്താണെന്ന് മനസ്സിലായി, ഇതാണല്ലേ മുഖംമൂടി വെച്ച് നടക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ശ്രീജേടത്തി എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതുകൊണ്ട് ഞാനതൊക്കെ അറിഞ്ഞു എന്ന് പറയണ്ട. അപ്പോൾ വിക്രം പറയും, ശ്രീജേടത്തി നിന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ശ്രീജേടത്തിക്ക് അവർക്ക് എന്നെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിക്രം ചിരിക്കുകയാണ്. അപ്പോൾ വേദ ചോദിക്കും, അതന്നെയല്ലേ സത്യം? അല്ല അതല്ല സത്യം, ശ്രീജേടത്തിക്ക് എന്നെക്കുറിച്ച് എന്താണോ അറിയാവുന്നത് അത് വേദയോട് പറഞ്ഞു. പക്ഷേ എന്നെക്കുറിച്ച് എനിക്കല്ലേ അറിയുള്ളൂ, അനുഭവിച്ച ആൾക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കണ്ടു നിന്ന ആൾക്ക് അറിയോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവട്ടെ, വിക്രമിൻ്റെ മനസ്സിൽ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ വേദ പറയും, എന്നാലും അതാരാ ചെയ്തതെന്ന് വിക്രമിന് അറിഞ്ഞൂടെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിക്രമിന് എങ്ങനെയാണ് പിന്നെ മയക്കുമരുന്നും മദ്യത്തിലേക്കും പെട്ടതെന്ന് പറയും. ഞാൻ ഒരിക്കലും മയക്കുമരുന്നും മദ്യമൊന്നും ഉപയോഗിച്ചിട്ടില്ല, തീരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയില്ല, ഒരേ ഒരു തവണ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ബ്രാൻഡിൽ വിഷം ചേർത്താണ് ഞാൻ അന്ന് മദ്യപിച്ച് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കാണിക്കാൻ കേട്ടോ. ബ്രാൻഡിൽ വിഷം ചേർത്തിട്ട് കുടിച്ചിട്ട് നേരെ ചെന്നിട്ട് ശ്രീനിവാസൻ സാറിൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് വന്ന് വീഴാണ്. അപ്പോൾ വേഗം തന്നെ ശ്രീനിവാസൻ സാർ എടുത്തുങ്ങാണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആരാണെന്നൊന്നും അറിയില്ല. അന്ന് വിക്രമിന് ശ്രീനിവാസൻ സാറിന് വിക്രമിനെ ഒന്നും അറിയില്ല. പക്ഷേ അവരെടുത്തുങ്ങാണ്ട് നേരെ വണ്ടിയിലാക്കിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വിക്രമിൻ്റെ ജീവൻ രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രീനിവാസൻ സാറ് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വിക്രമിനാണെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യനെ അറിയൊന്നുമില്ലല്ലോ. അപ്പോൾ വിക്രമിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, ഹലോ വിക്രം, എടോ വിക്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രമത്തിനെ തൊട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇയാളിങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ എൻ്റെ പേര് ശ്രീകാര്യ ശ്രീനിവാസൻ എന്ന് പറയും. എൻ്റെ കാറിൻ്റെ മുന്നിലാണ് ബ്രാൻഡിൽ വിഷം ചേർത്ത് കുടിച്ച് താൻ വന്ന് വീണത് എന്ന് പറയാൻ കേട്ടോ. ആദ്യം ഞാൻ കരുതി പ്രേമനൈരാശ്യമോ മറ്റോ ആയിരിക്കുന്നു. പക്ഷേ ഞാൻ പിന്നീട് തന്നെക്കുറിച്ച് നല്ല വിശദമായിട്ട് തന്നെ അന്വേഷിച്ചു. എന്തായാലും താൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ താൻ. അതും അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ദിവസം തന്നെ അച്ഛൻ്റെ ബാഗിൽ അങ്ങനെ ഒരു സാധനം കൊണ്ടുവയ്ക്കാനുള്ള ഒരു ധൈര്യമൊന്നും ഒരു കാര്യമൊന്നും താൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയും. അത് ഞാനല്ല ചെയ്തത് എന്ന് പറയാണ് കേട്ടോ. അതെനിക്ക് മനസ്സിലായി, പിന്നെ ആരാണ് ചെയ്തത്? അപ്പോൾ അത് വിക്രമൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്തായാലും താനൊരു കാര്യം ചെയ്യും, ഇപ്പം എന്തായാലും രക്ഷപ്പെട്ടല്ലോ, നമ്മുടെ ജീവൻ കളയാനുള്ള അവകാശം നമുക്കില്ല, അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. പിന്നെ എൻ്റെ കാര്യം, ഞാൻ ആയ കാലത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ട്. സ്പിരിറ്റ് കച്ചവടവും പിന്നെ വേറെ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മയക്കുമരുന്നിൻ്റെ സംഭവം മാത്രം നമ്മുടെ ഇതിലില്ല കേട്ടോ. എന്തായാലും താനൊരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ കൂടിക്കോ എന്ന് പറയാൻ കേട്ടോ. എൻ്റെ കൂടെ കൂടിയാൽ അതിനുള്ള ഗുണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ കേട്ടോ. എന്തായാലും തന്നെ വീട്ടിൽ കയറാത്തതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടും ഒരേപോലെ തന്നെയെന്ന് പറയും കേട്ടോ. രണ്ടും കൊണ്ട് കാര്യമെന്ന് വിക്രം പറയും. എന്നൊരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ കൂടിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രീനിവാസൻ സാർ ഇങ്ങനെ ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടേ. അപ്പോൾ വേദ വന്ന് പറയും, ഓഹോ അപ്പോൾ വിക്രമിൻ്റെ ജീവൻ രക്ഷിച്ച ആളാണല്ലേ ശ്രീനിവാസൻ സാർ, അതാണ് ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് ചോദിക്കുന്നത് കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ.